ദ ബീ കീപ്പർ ജേസൺ സ്റ്റാഥമിന്റെ പടമായതുകൊണ്ട് ട്രെയിലറിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് ആ ഒരു സ്റ്റോറി മനസ്സിലാവും. കാരണം ഒരു അടി കൊണ്ട് പടം തന്നെയായിരിക്കും എന്നുള്ളത്. ആൻഡ് അതേ പ്രതീക്ഷ വെച്ചിട്ട് തന്നെയാണ് പടം കാണാൻ പോയത്. 2024 ഫസ്റ്റ് ഇംഗ്ലീഷ് പടം തിയേറ്ററിൽ പോയിട്ട് കാണുന്നതാണ്. അങ്ങനെ പടം കണ്ടു. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും തോന്നിയത് എന്തൊക്കെയോ അവർ ഓഫർ ചെയ്യാൻ നോക്കി, ബട്ട് ഒന്നും അല്ലാത്ത അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ്. ആക്ഷൻ സീക്വൻസുകൾ പടത്തിലുണ്ട്, ബട്ട് പടത്തില് നമ്മളെ പിടിച്ചിരുത്തുന്ന ആ ഒരു ഫാക്ടർ മിസ്സിങ് തന്നെയായിരുന്നു. ഈവൻ ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള ആ ഒരു പോക്കിൽ ഈവൻ പല ഷോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും ശരി, ഇടയ്ക്കൊരു സൂം ഇൻ സൂം ഔട്ട് ഒരു അസ്ഥാനത്ത് കയറിയൊക്കെ വെച്ച പോലെ തോന്നി. അതൊക്കെ ശരിക്കും ഈവൻ ആ പടത്തിന്റെ ഈ ക്യാരക്ടറൈസേഷൻ ആയാലും ശരി, ഒരു ആന്റഗോണിസ്റ്റ് ക്യാരക്ടേഴ്സിനൊന്നും കാര്യമായിട്ടുള്ളത് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കുറച്ചു പേര് വന്നു പോണു എന്നുള്ളതല്ലാതെ ഒരാൾക്കും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു എന്താ പറയുക ഒരു ക്യാരക്ടർ ബിൽഡിംഗ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജേസൺ സ്റ്റാത്തിന്റെ ബീ കീപ്പർ ആയിട്ടുള്ള ആദം ക്ലൈ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയാലും ശരി, ആ ഒരു ക്യാരക്ടറിനെ പടത്തിന്റെ ഒരു ആദ്യത്തെ ഒരു 10-15 മിനിറ്റോളം കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ആ ഒരു പേസിങ് അവിടെ ഉണ്ടെങ്കിലും പിന്നീട് ആ പേസിങ് നഷ്ടപ്പെട്ട പോലെയായിരുന്നു. കാരണം സ്റ്റോറി ലൈൻ ഒരു സിഗ്സാഗ് പോലത്തെ അവസ്ഥയിലായിരുന്നു. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ, ഏത് ഡയറക്ഷനിലേക്കാണ് സ്റ്റോറി നമ്മളെ കൊണ്ടുപോകണേ എന്നുള്ള ആകെ കൂടി ഒരു അങ്കലാപ്പ് നമുക്ക് മൊത്തത്തിൽ കാണായിരുന്നു. ആൻഡ് പടം ഏകദേശം ഒരു മണിക്കൂർ 45 മിനിറ്റ് ആണ് ഉള്ളത്. ബട്ട് ഇത്ര ചെറിയ ഡ്യൂറേഷൻ ആയിട്ടും പലയിടങ്ങളിലും നല്ല ലാഗ് ഉണ്ടായിരുന്നു പടത്തിന്. ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ നമുക്കറിയാം, ജേസൺ സ്റ്റാത്തിന്റെ മുമ്പത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് ആളുടെ ഒരു പടത്തിന്റെ ഒരു ടെംപ്ലേറ്റ് എന്നുള്ളത്. ഈവൻ ഈ പടമായാലും ഈക്വലൈസർ, ജോൺ വിക്ക് പോലുള്ള പടങ്ങളുടെ അതേ ടെംപ്ലേറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് നമ്മളെ പിടിച്ചിരുന്നതിനുള്ള ഒരു ഫാക്ടർ നല്ല രീതിയിൽ മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് ക്യാരക്ടറൈസേഷൻ ഒക്കെ വൺ വീക്ക് തന്നെയായിരുന്നു. ആൻഡ് ഓവറോൾ പടം ശരിക്കും നല്ല രീതിയിൽ നിരാശപ്പെടുത്തി. എന്താണ് നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ